ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ഡേ ഇൻ ലൈഫ് എന്ന് പറയാം, അങ്ങനെയൊക്കെ പറയാം, അങ്ങനെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സുട്രസ് പുറത്തിരുന്ന് കളിയാണ് കേട്ടോ. അപ്പോൾ മറ്റേ കൊട്ടൊക്കെ കേൾക്കുന്നുണ്ട് അമ്പിൻ്റെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. പിന്നെ പടക്കമായിട്ടുള്ള പേടിയൊക്കെ അവൻ്റെ മാറി തുടങ്ങിയിട്ട്, അത് കാരണം അവൻ മാക്സിമം എൻജോയ് ചെയ്തു തുടങ്ങി. കഴിഞ്ഞ വർഷമൊക്കെ ഈ ടൈമിൽ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ പെരുന്നാളാണ് കേട്ടോ, അമ്പ് പെരുന്നാളാണ്. അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്പൊക്കെ വരുന്നത് ടൈമാണ്. നമുക്കാണെങ്കിൽ ഈ വർഷം പെരുന്നാളില്ല. അപ്പം മരിച്ചിട്ട് ഒരു വർഷം തികയാത്ത കാരണം നമുക്ക് ഈ വർഷം പെരുന്നാളൊന്നും ഇല്ല. അപ്പോൾ ജിഷ്മിയാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോയി വന്നപ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പം അപ്പൻ്റെ അവിടെ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 2 ഫ്ലവറൊക്കെ എടുത്ത് അമ്പ് വരുമ്പോഴത്തേനും ടീപ്പോയിലൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞത് ജിഷ്മി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്ന് സുട്രസിനെ കുറച്ച് നേരം എടുത്ത് കളിപ്പിക്കുകയാണ്. അവനാണെങ്കിൽ ഇത്ര നേരം അമ്പിൻ്റെ പിന്നാലെയായിരുന്നു അച്ഛൻ്റെ കൂടെ. അത് കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഓട്ടോറിക്ഷ ഭയങ്കര ഇഷ്ടം. അപ്പോൾ കുറച്ച് നേരം കുട്ടി ഓട്ടോറിക്ഷയിലൊക്കെ ഒന്ന് തൊട്ട് നോക്കി കയറി നോക്കി അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ അകത്ത് കയറിയിട്ട് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ കാർപ്പറ്റ് ടൈം കളിയായി. അത് കഴിഞ്ഞ് ചോമോള് ടീപ്പോയി സെറ്റാക്കും, ഇവൻ വന്ന് വലിച്ചിടും. ഇത് തന്നെയായിരുന്നു പണി. അത് കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ചീത്ത പറഞ്ഞ് സൈഡിലേക്ക് പോയിട്ട് എന്താ ടി-വിയുടെ മേലെ കൂടെ ഓട്ടോറിക്ഷ ഓടിക്കുക. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് അവൻ ആ ടൈം ആകുമ്പോൾ ഉറങ്ങുകയും ചെയ്തു. അമ്പിന് തൊട്ട് മുന്നേ ഉറങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഞാൻ നോക്കുമ്പോഴേടാ നമ്മുടെ ഒരു മെഴുകുതിരി മോഹൻലാലിനെ പോലെ ചെരിഞ്ഞിരിക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് ശരിയാക്കാൻ വേണ്ടി വന്നേട്ടാ. അല്ലെങ്കിൽ നമ്മൾ ധൃതി പിടിച്ച് എന്ത് ചെയ്താലും അത് ഫ്ലോപ്പ് ആവുള്ളൂ. അപ്പോൾ ഞാൻ കുറേ നേരിട്ട് കത്തിച്ച് നോക്കി. മെഴുകുതിരി കത്തിക്കാൻ ഇത്ര പാടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തന്നാൽ. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടുന്ന സാധനം കേട്ടോ. ഇത് എത്ര ചെയ്തിട്ട് ഒട്ടുന്നില്ല. അങ്ങനെ ഞാനൊരു കണക്കിന് മെഴുകുതിരി പൊട്ടിച്ചു കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ അമ്പ് വന്നു. സുട്രസാണ് നല്ല ഉറക്കം. അപ്പോൾ ജോയിൽ അതേപോലെ തന്നെ അവൻ എടുത്തുകൊണ്ട് വന്നത് കുറേ തട്ടി നോക്കിയിട്ട് അവൻ എഴുന്നേൽക്കണില്ല. പിന്നെ അവൻ കൊട്ടൊക്കെ കേട്ടപ്പോൾ എഴുന്നേച്ചിട്ടോ. അപ്പോൾ ആ ചോമൾ അമ്പൊക്കെ എടുത്ത് ഇറങ്ങാണ് കേട്ടോ. ഈ സമയത്ത് ആർക്കും അത്ര അങ്ങ് ഹാപ്പി ഒന്നുമല്ല. കാരണം അപ്പം നമ്മളെ വിട്ട് പോയിട്ട് അധികം ആയിട്ടില്ല. പിന്നെ കഴിഞ്ഞ പ്രശ്നം ഈ സമയത്ത് അപ്പം നമ്മുടെ കൂടെ ഒരു കുഴപ്പമില്ലാണ്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ അപ്പോൾ സുട്രസ് അച്ഛൻ്റെ കൂടെ പിന്നെയും പോവാണ് കേട്ടോ അമ്പ് കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു തൊട്ട് അടുത്ത വീട് വരെ പോയി വെച്ച് വരാമെന്ന് വെച്ച് ഞാൻ ജിഷ്മിയും കൂടെ പോവാണ് കേട്ടോ. നമ്മൾ എല്ലാ വർഷവും അവിടേക്ക് പോകാറുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും പോകാമെന്ന് വെച്ച് ഞാനും അവളും കൂടെ പോയി. ജസ്റ്റ് ആ വീട് വരെ പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് അങ്ങനെ തന്നെ പോയി. അത് കഴിഞ്ഞ് ഞാനും ജിഷ്മിയും വീട്ടിലോട്ടും പോന്നു. മോളും മുന്നിയോളം കൂടെ അങ്ങോട്ട് പോയിട്ട് അന്നതാൻകുട്ടനെ പിന്നാലെ പോകണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് അച്ഛനും ആൻറ്റിക്കും കൂടെ വന്നത് കേട്ടോ. ഇവർ വാലായ്മയായിട്ട് നമ്മൾ പെരുന്നാൾക്ക് അങ്ങനെ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കില്ലല്ലോ. അപ്പോൾ പലഹാരങ്ങളൊക്കെ കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ അത് അവർ ഇത് നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും കൂടെ ആ പള്ളിയിലോട്ട് പോവാണ്. അപ്പോൾ അപ്പനുള്ള പൂവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുട്രസ് എന്താണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ട്. വേറെ ആരും ഇരിക്കേണ്ട, ഒച്ചയ്ക്ക് ഇരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മളൊക്കെ ബാക്കിലിരുന്ന് അവിടെ ഇരുന്നു. അങ്ങനെ നമ്മൾ പള്ളിയുടെ അവിടെ എത്തിയിട്ട് അപ്പോൾ നമ്മുടെ ഡ്രൈവർ കൂടെയാണ് വണ്ടി നിർത്തിയത്. അപ്പോൾ പള്ളി അവിടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ 8 മണിയുടെ കുർബാനയ്ക്കാണ് പോയത്. പിന്നെ കുർബാനയ്ക്ക് കഴിഞ്ഞു. പിന്നെ ഇനി അടുത്ത കുർബാനയുള്ളത് 10:30-ക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആൾക്കാരൊന്നും അധികം ഇല്ല, തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. 8 മണിയുടെ ആകുമ്പോൾ പെട്ടെന്ന് കുർബാനയ്ക്ക് കഴിയും. ഒരു 9:15 ആകുമ്പോഴത്തേനും കുർബാനയ്ക്ക് കഴിയിട്ടോ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ് അടുത്തത് സുട്രോസിൻ്റെ മെയിൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് പോകണം. വണ്ടികൾ, അവന് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. എത്ര വണ്ടി കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ അവന് ഓരോ വണ്ടികൾ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആദ്യം പറയും ഈ വണ്ടി വേണമെന്ന്, അത് കഴിയുമ്പോൾ പറയും ആ വണ്ടി മതിയെന്ന്, പിന്നെ അവിടെ ഇരിക്കുന്ന പൊടി പിടിച്ച വണ്ടി വേണമെന്ന് പറയും. അങ്ങനെ അവസാനം അവന് ഒരു ചെറിയ ചെറിയ കാറുകളുണ്ടല്ലോ, അങ്ങനെ ഒരു 3-4 കാറൊക്കെ വാങ്ങി കൊടുത്ത് വേണം നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ. പിന്നെ ഒരു ചെണ്ടയും പിന്നെ ഒരു ഫ്ലൈറ്റും, അത് മാത്രമല്ല അതൊക്കെ വാങ്ങി കൊടുത്ത് പോന്നു. എന്താ കണ്ട ഈ ഒരു പൊടി പിടിച്ച കാറൊക്കെ അവന് വേണമെന്ന്, അതിനൊക്കെ നമ്മൾ അവിടെ തന്നെ വെപ്പിച്ചു കേട്ടോ. അത് സൂപ്പറാ അങ്ങനെ നമ്മൾ വലിയൊരു യുദ്ധത്തിന് ശേഷം നമ്മൾ വീട്ടിലെത്തിയിട്ട് ആ ചെണ്ടയൊക്കെ കയ്യിലും പിടിച്ച് ഒറ്റയ്ക്ക് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കുട്ടി. അത് കഴിഞ്ഞ് അവിടെ എത്തുമ്പോഴത്തേനും അവന് ചെണ്ടയൊക്കെ പൊട്ടിച്ച് കയ്യിൽ കിട്ടണം. അവന് കൊട്ടാൻ വേണ്ടിയുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കാം. കൊട്ടയൊക്കെ വേഗം തന്നെ പൊട്ടിച്ച് അകത്ത് കയറിയതാകുമ്പോൾ നമ്മുടെ കയ്യിൽ ഫ്ലൈറ്റ് ഇരിക്കണുണ്ട്. അപ്പോൾ അവന് ഫ്ലൈറ്റും വേണം. അപ്പോൾ ഫ്ലൈറ്റും കൊണ്ട് പോവാണ് അകത്തേക്ക് കേട്ടോ. അത് കഴിഞ്ഞ്
അകത്ത് പോയിട്ട് ജോമോൾക്കാണെങ്കിൽ ജോമോൾക്കും ജിഷ്മിക്കൊക്കെ ക്ലാസ് ഇല്ല, ജോമോൾക്ക് ക്ലാസ് കൊണ്ട് ജിഷ്മിക്കാണെങ്കിൽ ഡ്യൂട്ടിക്ക് പോകണം. അപ്പോൾ അവരതിനുള്ള തിരക്കിലാണ് കേട്ടോ, വേഗം തന്നെ പോകാനായിട്ടുള്ള പരിപാടി നോക്കാണ്ട്. പിന്നെ അമ്മാമ്മ നമുക്കെല്ലാ സിട്രൂസിനും കുറച്ച് പൂരിയും പിന്നെ മുറുക്കം വാങ്ങിയിട്ടുണ്ടായിട്ട്, അപ്പോൾ ഞാൻ അത് കണ്ടിട്ടുണ്ടായില്ല, ഞാൻ വീട്ടിലെത്തിയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ പച്ചമുറുക്ക്, എനിക്കിത് ഇഷ്ടം. പിന്നെ പൊരി, പിന്നെ ഞാൻ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു കറികളുണ്ടല്ലോ, ഇതാണ് കേട്ടോ അവൻ്റെ ആ കുഞ്ഞു കുഞ്ഞു കറികൾ. ഇതാകുമ്പോൾ അവന് പെട്ടെന്ന് അങ്ങോട്ട് തല്ലി പൊളിക്കാനും പറ്റില്ല. പിന്നെ ചെണ്ടയൊക്കെ കഴുത്തിലിട്ട് ഇവിടെ കൊട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് പൂരം അച്ഛനും ഉണ്ട് കേട്ടോ കൂടെ, അച്ഛൻ കാണിച്ച് കൊടുക്കാൻ അവൻ വന്ന പടം ഇതാ കൊട്ടലാണ്, ചെരുപ്പും കൂടെ പോയിട്ടുള്ള കുട്ടി. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേ കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മമ്മയുടെ ചേച്ചിമാരൊക്കെ അനിയത്തിമാരൊക്കെ വന്നിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ പാലായ്മ പലഹാരമൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരോ ആചാരങ്ങളല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ചാച്ചാ ബൈ ബൈ.